മിക്കപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറുന്നവരാണ് അമൃത സുരേഷും, അഭിരാമി സുരേഷും. പലപ്പോഴും കടുത്ത സൈബർ ആക്രമണം ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതിനെതിരെ അഭിരാമി പോസ്റ്റിട്ടു. നടൻ ബാലയുമായി വേർപിരിഞ്ഞ ശേഷം അമൃത വലിയ മാനസിക പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരിക്കൽ അമൃത ഈ വിഷയത്തെ പൊട്ടിക്കരിഞ്ഞ് സംസാരിക്കുകയും ചെയ്തു. അമൃത തന്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന കാര്യമുണ്ട്. താൻ 2 പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണെന്ന്. എന്നാൽ ഇപ്പോൾ പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നത് അമൃത മാത്രമല്ല, അഭിരാമിയും കൂടിയാണ്. സാരി ഉടുക്കാനും കല്യാണം കഴിക്കാനും ഞാൻ ആഗ്രഹിച്ചിരുന്നു. ചേച്ചിക്ക് സംഭവിച്ചത് കണ്ടതോടെ മതിയായി എന്നാണ് അഭിരാമി പറയുന്നത്. എന്നാൽ കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല. ഈ 2 പെൺകുട്ടികളും അവരുടെ അമ്മയും സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. മ്യൂസിക് ബാൻഡ്, യൂട്യൂബ് ചാനൽ എന്നിവയ്ക്ക് പുറമെ കൊച്ചിയിലെ പനങ്ങാട്ട് കായൽ തീരത്ത് ഉട്ടിയപ്പ കാഫെ എന്ന പേരിൽ റെസ്റ്റോറന്റുമുണ്ട്. ഞാനും കുടുംബവും അവിടെ പോയിരുന്നു. രുചിയോടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഓർത്തത് ആ 2 പെൺകുട്ടികളെ കഠിനാധ്വാനത്തെക്കുറിച്ചും അർപ്പണ മനോഭാവത്തെക്കുറിച്ചുമാണ്. മറ്റുള്ളവരെക്കുറിച്ച് അരുതാത്തത് പറയുകയോ മറ്റുള്ളവരുടെ ജീവിതത്തെ വിമർശിക്കുകയോ ചെയ്തവരല്ല അമൃതയും അഭിരാമിയും. വിവാഹ ജീവിതത്തിൽ താളപ്പിഴകൾ സംഭവിച്ചതു മുതൽ ബന്ധം വേർപിരിയുന്നിട്ടും നിലയ്ക്കാത്ത സൈബർ ആക്രമണവും അധിക്ഷേപത്തിനും വിധേയരായ വ്യക്തികളാണ് അമൃത സുരേഷ്. അവസാനം ഒരു വിധത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന സ്ഥിതി വന്നപ്പോഴാണ് എന്തോ കുറച്ച് പ്രതികരിച്ചത്. വിവാഹബന്ധം വേർപ്പെടുത്തിയ നാളുകളേറെ പിന്നിട്ടപ്പോൾ സംഗീത സംവിധായകനുമായ ഗോപി സുന്ദറുമുള്ള അടുപ്പവും ബന്ധവും അവർ രഹസ്യമായി വെച്ചില്ല. ആ ബന്ധത്തിൽ നിന്ന് അകന്നതിനെക്കുറിച്ച് അമൃത പറയുന്നത്, ഞങ്ങൾക്ക് സംഗീതം എന്ന കോമൺ ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ അടിയും ഇടിയും വഴക്കും ഉണ്ടായിട്ടില്ല. രണ്ടുപേരുടെ നയങ്ങൾ ചേരില്ലെന്ന് കണ്ടപ്പോൾ സമാധാനമായി പിരിഞ്ഞു. അമൃതയും അഭിരാമിയും ജീവിതത്തെ നിരാശരാക്കി നോക്കി കണ്ടതല്ല. നിങ്ങൾ രണ്ടുപേരും ചെറുപ്പമാണ്. നിങ്ങൾക്ക് മുന്നിൽ ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. ആ ജീവിതത്തിലെ കൊടുങ്കാറ്റ് വീശി പൂമഴ പെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. ബാല പലതവണ അമൃതയ്ക്കെതിരെ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. മകളെ തന്നെ കാണാൻ അത് അനുവദിക്കുന്നില്ല എന്നായിരുന്നു ബാലയുടെ തുടരെയുള്ള ആരോപണം. എന്നാൽ ഒരു ഘട്ടത്തിൽ മകൾ തനിക്ക് അച്ഛനെ കാണണ്ടെന്നും അമ്മയെ ഉപദ്രവിക്കരുതെന്നും പരസ്യമായി പറഞ്ഞു. ബാല ഇന്ന് മറ്റൊരു വിവാഹ ജീവിതം നയിക്കുകയാണ്.